പാലക്കാട് കൊല്ലങ്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം. അവധി കഴിഞ്ഞെത്തിയപ്പോഴായിരുന്നു മോഷണ വിവരം പുറത്തറിഞ്ഞത്. സ്റ്റോക്ക് പരിശോധിച്ച ശേഷമേ മോഷണത്തിന്റെ നഷ്ടം കണക്കാക്കാനാകുമെന്ന് ഔട്ട്ലെറ്റ് മാനേജർ വ്യക്തമാക്കിയിട്ടുണ്ട്. അജിത് ബാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അജിത്ത്, എത്രത്തോളം മോഷണം ഉണ്ടായി എന്നുള്ളതിന്റെ അളവറിയില്ലെങ്കിലും മോഷണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു. എത്തരത്തിലാണ് ഈ മോഷണം ഉണ്ടായതൊക്കെ? അജിത് ബാബുവിലേക്ക് വരാം. എന്താണെങ്കിലും പാലക്കാട് കൊല്ലങ്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണം ഉണ്ടായിരിക്കുന്നത്. അവധി കഴിഞ്ഞെത്തിയപ്പോഴായിരുന്നു മോഷണ വിവരം പുറത്തറിഞ്ഞത്. സ്റ്റോക്ക് പരിശോധിച്ച ശേഷമേ മോഷണത്തിന്റെ നഷ്ടം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കാനാകുമെന്ന് ഔട്ട്ലെറ്റ് മാനേജർ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കാര്യമായ മോഷണം തന്നെയാണ് ബിവറേജസ് ഔട്ട്ലെറ്റിൽ നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അജിത് ബാബു ഉണ്ട്. അജിത്ത്, മോഷണം എത്തരത്തിലായിരുന്നു? കേൾക്കുന്നുണ്ട് അജിത്തെ, പറയാം. ഈ മോഷണം പോയത് എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 10-ലധികം ചാക്ക് മദ്യമാണ് മോഷണം പോയിട്ടുള്ളത്. അതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആളെക്കുറിച്ച് സൂചന ലഭിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത്. അതായത് ഔട്ട്ലെറ്റിന്റെ പിൻഭാഗത്തെ ചുമർ തുറന്ന് അകത്ത് കയറിയാണ് ഓണ ദിവസം പുലർച്ചെ 2:30 ഇത്തരത്തിൽ അകത്ത് കയറുന്നത്. 5 മണിക്കൂർ ഈ ഔട്ട്ലെറ്റിനുള്ളിൽ തുടർന്നു. അതായത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് രാവിലെ 7:30. അത്രയും നേരം അവിടെ നിന്ന് 10 ചാക്കുകളിലാക്കി മദ്യം, അതും വില കൂടിയ മദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ മോഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് പുറത്തെത്തിച്ച് കഴിഞ്ഞിട്ട് മുഴുവൻ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടുകൂടി മോഷ്ടിച്ച 2 ചാക്കുകൾ ഔട്ട്ലെറ്റിന്റെ പിൻഭാഗത്ത് ഉപേക്ഷിച്ച് പോയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൊല്ലങ്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്റ്റോക്ക് പരിശോധനയ്ക്ക് ബെക്കോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. നിലവിൽ ഈ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ നിലവിലെ പ്രാഥമിക പരിശോധനയിൽ ഈ പണം നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരമില്ല. അതുൾപ്പെടെ കാര്യമായി പരിശോധിച്ചാൽ മാത്രമാണ് കൃത്യമായ ഒരു വ്യക്തത വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വില കൂടിയ മദ്യങ്ങൾ ഉൾപ്പെടെ 10 ചാക്കുകളിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഗീത, സക്കറിയ. ശരി അജിത്.